അപ്പൊ ജാറമുണ്ടാക്കൽ അത് വിഗ്രഹാരാധനയല്ല, വിഗ്രഹമാക്കലല്ല എന്നതിന് ഏറ്റവും വലിയ തെളിവ് മൗലവി ഓതിയ ഹദീസാണ്. കാര്യം കൂടി ഞാൻ പറയാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾക്ക് പിഴവ് പറ്റിയെന്ന് മുജാഹിദ് അവരെ അൽമനാറിൽ 2010 ജൂലൈയിൽ എഴുതി വെച്ചു. നബി തങ്ങൾക്ക് പിഴവ് പറ്റിയെന്ന് എഴുതി വെച്ചു. പിന്നെ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളിൽ വിശ്വാസം ഉണ്ടാവും? ഈ ടീം ഇത് പറയാൻ കാരണം, ഈ ടീം ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി ചില പുതിയ പുതിയ പരിപാടികളാണ്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോയി. ഒറ്റ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മള് ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള ജാറം, ആരുടെ ജാറ? അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാറ. അതെല്ലാവർക്കും അറിയാം. മദീനയില് മദീന പള്ളിയോട് ചേർന്ന് പച്ചക്കുബയുള്ള ജാറം. ആ ജാറത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളത്. അവിടെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉള്ളത്. അവിടെയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉള്ളത്. അമ്പിയാക്കളുടെ നേതാവ്, ഔലിയാക്കളുടെ രണ്ട് ഏറ്റവും പ്രഗൽഭരായ രണ്ട് നേതാക്കൾ, ഈ മൂന്നാളുകൾ കിടക്കുന്ന ജാറം, ഏറ്റവും ബഹുമാനമുള്ള ജാറം, ലോകം മുഴുക്കെയുള്ള രാജാക്കന്മാരും ലോകം മുഴുക്കെയുള്ള ആലിമീങ്ങളും എല്ലാവരും അവിടെ വരുന്നു. ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞു, കുല്ലുഹും യുനാദൂനക മിൻ വറാഇ ഹുജ്റതിക. ഓ നബിയെ, തങ്ങളുടെ ആ കിടക്കുന്ന ആ ജാറത്തിന്റെ റൂം, അതിന്റെ ബേക്കിന്ന് എല്ലാവരും തങ്ങളെ വിളിക്കുന്നു, പറയുന്നു. അങ്ങനെ അവിടുത്തെ മുമ്പിൽ താഴ്മ പ്രകടിപ്പിക്കുന്നു എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോ ആ ജാറം അതിന്റെ നേരെ നമ്മൾ അഭിമുഖമായിട്ട് നിൽക്കുമ്പോ അതിന്റെ രണ്ട് പില്ലർ, ആ പില്ലറിന്റെ മേലെ സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന നബി തങ്ങളെ വിളിച്ചു തേടുന്ന പദ്യം ഇന്നും ഉണ്ടതവിടെ. فطاب من طيبهن القاع واللكم نفسي فداء لقبر أنت ساكنه فيه اللفاف وفيه الجود والكرم. തങ്ങളുടെ ഖബറിന് എന്റെ ശരീരം സമർപ്പിക്കുന്നു നബിയെ. അവിടുത്തെ ഖബറിന് ധാരാളം സംഭാവന കിട്ടുന്നു നബിയെ. തങ്ങൾ ഇവിടെ കിടക്കുന്നതിനാൽ ഈ ഭൂമി തന്നെ പുണ്യഭൂമിയായി പോയി നബിയേ. ഇങ്ങനെ പറയുന്ന പദ്യം ഇത് വെറുതെ ആരോ എഴുതി വെച്ചൊന്നുമല്ല. അത് ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും അവരെ കിതാബിൽ എഴുതി വെച്ച ഒരു പദ്യമാണ്. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് തേടുന്ന പദ്യം ഇപ്പോഴും അവിടെ മദീനയിൽ ചെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അഭിമുഖമായി നിൽക്കുമ്പോ അവിടെ രണ്ട് റൗണ്ട് പില്ലറിന്റെ മേലെ എഴുതി വെച്ചത് ഇപ്പോഴും നമുക്ക് കാണാം. അതൊക്കെ ചെയ്താല് ഓനൊക്കെ ഇസ്ലാം എന്ന് പുറത്തുപോയ മുശ്രിക്കായി, അബൂജഹലായി പോയി എന്ന് പറഞ്ഞാൽ പിന്നെ മദീന തീർത്തു അബൂജഹലിന്റെ കേന്ദ്ര ഇപ്പോഴും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ അടുത്ത് ഒരു ചങ്ങാതി എഴുതിയത് ഞാൻ കണ്ടു. സുബ്ഹാനല്ലാഹ്, അയാള് എഴുതിയെന്തറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്വാരന്നിട്ടുണ്ട്. അത് എഴുതിയ മാത്രല്ല, ഇവിടെ ഇടമുട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് സംവാദം നടത്തിയിരുന്നു. ഞാനും അലവി സഖാഫിയും ഒക്കെ കൂടിയിട്ട് സംവാദം നടത്തി. ആ സംവാദത്തിൽ മൗലവി പറഞ്ഞു ജാറം ശിർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് തേടിയാൽ അത് ശിർക്കാണ്, അതോടുകൂടി മുശ്രിക്കായി പോയി. അപ്പോ എന്നിട്ട് അയാൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാരത്തിനുണ്ട്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. എന്റെ ഖബർ അതൊരു ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്ന് നബി തങ്ങൾ ദ്വാരന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല മൗലവി, ആ ദുആക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടോ ഇല്ലേ? കിട്ടിയിട്ടില്ല എന്നാ പറയുന്നത്. അത് ശരി. അപ്പൊ പിന്നെ ദുആക്ക് ഉത്തരം കിട്ടുന്നവർ ആരാ? ഉദൂനി അസ്തജീബ് നോക്കുന്ന അല്ലാഹു തആല പറഞ്ഞു റസൂലുള്ളാഹിക്ക് ഉത്തരം കിട്ടുന്നില്ല, പിന്നെ ആയിരിക്കും അല്ലാഹു ഉത്തരം കൊടുക്കുക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം കിട്ടിയെന്ന് പറയണം. ഉത്തരം കിട്ടിയെന്ന് പറഞ്ഞാലോ അവിടെ ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? എന്റെ ഖബർ വിഗ്രഹമാക്കരുത് എന്ന് അള്ളാഹിന്റെ റസൂൽ ദ്വാരന്നിട്ട് ഉത്തരം കിട്ടിയില്ലേ? കിട്ടി. എന്നിട്ട് നബി തങ്ങൾക്ക് ജാറുണ്ടോ ഇല്ലേ? നബി തങ്ങൾക്ക് ജാറം ഉണ്ടോ ഇല്ലേ? ഉണ്ട്. അതെല്ലാവരും കണ്ണുകൊണ്ട് കാണുന്നതാണ്. അപ്പൊ ജാറമുണ്ടാക്കൽ അത് വിഗ്രഹാരാധനയല്ല, വിഗ്രഹമാക്കലല്ല
എന്നതിന് ഏറ്റവും വലിയ തെളിവ് മൗലവി ഓതിയ ഹദീസാണ്. കാരണം അത് നബി തങ്ങളുടെ ദുആയാണ്, എന്റെ ഖബർ ഒരിക്കലും വിഗ്രഹമാക്കരുത്, ആരാധനാ സ്ഥലമാക്കരുത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധിക്കുന്ന ഒരു ഉമ്മത്തും ഇല്ല. നബി തങ്ങളെ ജാറത്തിന് ആരും ആരാധിക്കുന്നില്ല. അവിടെ ബർക്കത്തിന് പോവാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദദിന് വേണ്ടി പോവാണ്. അപ്പോ ഈ ഹദീസ് ഈ അടുത്ത് ഒരാള് വിവരക്കേണ്ട അങ്ങേതലാന്നല്ലാതെ അത് അവർക്കെതിരാണ് എന്നുള്ള കാരണമില്ലാതെ എഴുതിയതുകൊണ്ടും. അപ്പൊ തെളിവ് കൊണ്ട് നോക്കിയാൽ മഹാന്മാരെ ജാറത്തെയോ മഹാന്മാരെയോ ഒന്നും തള്ളി പറയാൻ കഴിയൂല. അപ്പൊ പിന്നെയുള്ള പരിപാടി എന്താണെന്നറിയോ? ചില വിവരമില്ലാത്ത ആളുകള് ചില സ്ഥലത്ത് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ചില ജാറുണ്ടാക്കും. അടിസ്ഥാനമില്ലാതെ ജാറം പണിയുണ്ടതായിരിക്കാം. എല്ലാ നല്ലവർക്കും ജാറം പണിയാന്നുള്ള ഇസ്ലാമിലില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ നമ്മളെ കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചുപോയ കുറെ ചെറിയ കുഞ്ഞുങ്ങളില്ലേ, കുഞ്ഞുങ്ങൾക്ക് എന്തും കുഴപ്പമുണ്ടോ? ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തു? കുഞ്ഞുങ്ങൾ ചെറിയ മക്കള് ഒരു തെറ്റും ചെയ്തിട്ടില്ല. കാരണം അവർക്ക് ഇസ്ലാമിൽ കൽപ്പന തന്നെ ഇല്ല. അതുകൊണ്ട് ആ കുട്ടികൾ ഒരു തെറ്റും ചെയ്യാത്ത ചെറിയ മക്കളാണ്. ആ മക്കൾക്കൊക്കെ ജാറുണ്ടാക്കലുണ്ടോ? ഇല്ല. ആ കുട്ടികളെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. ആ കുട്ടികളെ നിന്ദിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ആ കുട്ടികൾ നമ്മൾ വിചാരിക്കുന്നു നമ്മളെക്കാൾ പടച്ചവന്റെ അടുക്കൽ മഹത്വം ആ കുട്ടികൾക്കുണ്ടാവും. കാരണം അവർക്കൊരു ഹറാമ് വന്നിട്ടില്ല, ഒരു കറാത്ത് വന്നിട്ടില്ല, ഒരു ഫർദോ അതുപോലത്തെ സുന്നത്തോ ഒഴിഞ്ഞു പോയിട്ടില്ല. കാരണം അവർക്ക് കൽപ്പന തന്നെ ഇല്ല. ഇതുപോലെ മാനസിക അസ്വസ്ഥതയുള്ള ചില മോമിനീങ്ങൾ ഉണ്ടാവും. ആ മാനസിക അസ്വസ്ഥതയുള്ള മോമിനീങ്ങൾ അവർ ജീവിതത്തിൽ ഒരു തെറ്റും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടല്ലോ. കാരണം തെറ്റിയണമെങ്കിൽ അവരുടെ കൽപ്പന ഇല്ലല്ലോ, അവരോട് നിർദ്ദേശം ഇല്ലല്ലോ, അവർക്ക് ഹറാമില്ലല്ലോ, കറാഹത്തില്ലല്ലോ, ഉജൂബില്ലല്ലോ, സുന്നത്തില്ലല്ലോ. അവർ പടച്ചവന്റെ അടുക്കൽ ചിലപ്പോൾ വലിയ മഹത്വമുള്ളവരായിരിക്കാം. പക്ഷേ അവർക്ക് ജാറുണ്ടാക്കൂല, അവർക്ക് ജാറം പണിയൂല. അതേ സമയത്ത് ജാറം പണിയൽ ആർക്കാണ്? ജാറം പണിയുക മസ്ബൂറുൽ വിലായ. അതായത് ഇമാമികളത് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് കറാഹത്താണ്. സാധാരണ നിനക്ക് ബാപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ ഖബർ സിയാറത്ത് ചെയ്യുന്ന പോലെ കറാഹത്താണ്, ഹറാമാന്ന് പറഞ്ഞ ഇമാമികളുണ്ട്. ചിലരെങ്ങാനും സുന്നത്ത് പറഞ്ഞവരും ഉണ്ടാകാം. ഏതായിരുന്നാലും ശരി, അതിൽ പ്രബലമായ അഭിപ്രായം കറാഹത്താണ്. എന്നാൽ അവിടെ ഇമാമികൾ പറയുന്നുണ്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന് ബാധകമല്ല. പിന്നെ ആർക്ക് ബാധകമല്ല? മശ്ഹൂറുൽ വിലായ, വലിയായി അറിയപ്പെട്ട പ്രസിദ്ധമായ മഹാന്മാർ, ആ പ്രസിദ്ധരായ ഔലിയാക്കളുടെ ഖബർ സിയാറത്തിന് സ്ത്രീകൾക്കും പോകുന്നതിന് വിരോധം ഇല്ല, അവർക്കും അത് പുണ്യമുണ്ട് എന്ന് ഇമാമികൾ. അതിനാ മശ്ഹൂറുൽ വിലായ തന്നെ. മശ്ഹൂറുൽ വിലായ തന്നെ ആരെങ്കിലും ഒരാൾ വലിയ എന്ന് പറഞ്ഞാൽ പോരാ, വലിയായി സുപ്രസിദ്ധിയുള്ള ആളായിരിക്കണം. അങ്ങനത്തെ ആളുകളെ ഖബർ അവർക്ക് ജാറം പണിയും. അതുപോലെ തന്നെ ആലിമീങ്ങളാകുമ്പോ അവർക്ക് ചിലപ്പം ജാറം പറയും. കാരണം ആലിമീങ്ങൾ തന്നെ അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ ഔലിയാക്കളിലെ പ്രമുഖന്മാരെ ആലിമീങ്ങളാണ്. അവരെ കൊണ്ടാണ് ദീൻ ഇവിടെ നിലനിൽക്കുന്നത്. അപ്പൊ അത്തരത്തിൽ വലിയ വലിയ ആലിമീങ്ങൾ, അതുപോലെ അഹ്ലു ബൈത്തിൽപ്പെട്ട ദുആക്ക് ഇജാബത്തുള്ള വലിയ വലിയ മഹാന്മാര്, അവർക്കൊക്കെ ജാറം പണിയുന്ന പതിവുണ്ട്. അത്തരം ആളുകൾക്ക് ജാറം പണിയാറുണ്ട്, പണിതിട്ടുണ്ട്. അത് മദീനത്തന്നുണ്ട് എന്നാ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ നിങ്ങൾ പോയാലും അതാ ഈജിപ്തിൽ ഞാനിപ്പോ അടുത്തു പോയി വന്നിട്ടേ ഉള്ളൂ. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വലിയ ജാറമുണ്ട്. ഞാൻ മുമ്പ് പോയിട്ടുണ്ട്. ഒരിക്കൽ പോയപ്പോ അവിടെ ഉള്ളിൽ കയറി സിയാറത്ത് ചെയ്യാൻ കഴിഞ്ഞില്ല. അവിടെ ജാറത്തിന്റെ പുനർനിർമ്മാണം നടക്കുക. ഇപ്പൊ പോയപ്പോ ഉള്ളിൽ കയറി സിയാറത്ത് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും കിട്ടി. അവിടെ വലിയ പടുകൂറ്റൻ ജാറുണ്ട്. അതിനെ സംബന്ധിച്ച് ഇമാം നവവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് എന്താണ്? ആ ഇമാമിന്റെ മഹത്വത്തെ വിളിച്ചറിയിക്കുന്ന വിധത്തിലുള്ള ജാറമാണുള്ളത് എന്ന് പറഞ്ഞു. വലിയ കൊബ്ബയും വലിയ ജാറവും ഉണ്ട്. അപ്പൊ മഹാന്മാർക്ക് ജാറമുണ്ടാക്കുക. ഈജിപ്തില് നഫീസുൽ മിസ്രി റളിയല്ലാഹു അൻഹു ജാറുണ്ട്. അങ്ങനെ പല മഹാന്മാർക്കും മഹദികൾക്കും ഒക്കെ ജാറുണ്ട്. അത് ഇറാഖിൽ പോയാൽ അവിടെ ഉണ്ട്. ജാറുണ്ട്. അതുപോലത്തെ റിഫായി ശൈഖിന്റെ ജാറ് ഇറാഖിലുണ്ട്. എല്ലാ മഹാന്മാർക്കും അങ്ങനെ ജാറുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജാറുണ്ട്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പടുകൂറ്റൻ ജാറുണ്ട്. അവിടെ വലിയ കോളേജും ഉണ്ട് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ജാറത്തോടനുബന്ധിച്ച്. അതൊക്കെ ഇറാഖിലുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തും മുസ്ലിം പാരമ്പര്യമുള്ള രാജ്യങ്ങളിലെല്ലാം. ചിലർ ഖത്തറിൽ കാണുന്നില്ല. ഖത്തർ മുസ്ലിം പാരമ്പര്യമുള്ള രാജ്യമല്ല. ഈ അടുത്ത് പെട്രോൾ വന്നതിന്റെ ആൾക്കാർ പോയി താമസിച്ചതാണ് അവിടെ. അവിടെ മുൻഗാമികളായ ഏതെങ്കിലും ഒരു ഇമാമ് ഖത്തറിൽ ജനിച്ചു നിങ്ങൾ കേട്ടിനോ?
ഏതെങ്കിലും ഒരു ഇമാമ് ഖത്തറിൽ ജനിച്ചു, അല്ലെ ഖത്തറിൽ ദർസ് നടത്തി, അല്ലെ ഖത്തറിൽ നിന്ന് കിതാബ് ഉണ്ടാക്കി, നിങ്ങൾ കേട്ടിനോ? അപ്പൊ ഖത്തർ കാണുന്നില്ല എന്റെ കാര്യമില്ല, കാരണം അതിപ്പോ അടുത്ത് തുറന്ന രാജ്യമാണ്. അതേ സമയത്ത് കഴിഞ്ഞുപോയ വലിയ വലിയ മഹാന്മാര് ജീവിച്ച നാടുകൾ, യമനിൽ ചെന്ന് നോക്കൂ, വലിയ ജാറങ്ങളുണ്ട്. അതേപോലെ തന്നെ ഫലസ്തീനിലുണ്ട്. അങ്ങനെ എവിടെ ചെന്നാലും അവിടെയൊക്കെ വലിയ വലിയ മഹാന്മാര് ജാറം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ജാറത്തിനെ എതിർക്കാൻ കിട്ടുന്ന ഒരു ചാൻസ് ചിലപ്പോ ഏതായിരിക്കും? നിങ്ങള് അർഹതപ്പെട്ടവരാണെന്ന് ബോധ്യപ്പെടാത്ത ഏതെങ്കിലും ആളുകൾക്ക് ഏതെങ്കിലും ബിസിനസ്സുകാര് ചിലപ്പോ ജാറ ഉണ്ടാക്കി തരും. എല്ലാറ്റിലും ഉണ്ടാവുമല്ലോ ഡ്യൂപ്ലിക്കേറ്റും അതുപോലെ തന്നെ ഒറിജിനലും. അതുകൊണ്ട് ഒറിജിനൽ കേടുവരില്ല. പക്ഷെ ഈ ഒറിജിനലിന്റെ മാർക്കറ്റ് കുറക്കൽ ഉദ്ദേശിക്കുന്ന കക്ഷികള് ചിലപ്പോ എന്ത് ചെയ്യും? ഡ്യൂപ്ലിക്കേറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് ഒറിജിനലിനെ കുറ്റം പറയാൻ വേണ്ടി ചില പരിപാടികൾ നടത്തും. അപ്പൊ അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. ഒറിജിനൽ തന്നെയാണ്, ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ്. പണ്ഡിതന്മാർക്കറിയാം ദീൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ദീൻ എങ്ങനെയാ പറയേണ്ടത്, എവിടെയാണ് നടത്തേണ്ടത്, എങ്ങനെയാണ് മഹാന്മാരെ ആദരിക്കേണ്ടത്, എങ്ങനെയാണ് സാധാരണക്കാരെ ആദരിക്കേണ്ടത്, എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കുട്ടികൾ മരിച്ചു പോയാൽ കുട്ടിക്ക് വലിയ ബഹുമാനമുണ്ട്. കാരണം ഒരു തെറ്റും ചെയ്യാത്ത കുട്ടിയാണ്. അവരെ ബാപ്പാനും ഉമ്മാനും സ്വർഗത്തിൽ പിടിച്ചു കൊണ്ടുപോകുന്ന കുട്ടിയാണ്. പക്ഷെ ആ കുട്ടിക്കാർ ജാറുണ്ടാക്കൂല. ആ കുട്ടിക്ക് ഒരു മോശമില്ലാനും കുട്ടീനെ കുറ്റം പറയാൻ പാടില്ല. അപ്പൊ ആ കുട്ടിയെ നിന്ദിച്ച് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കുക. അങ്ങനെ ഒരു ചെറിയ കുഞ്ഞൻ മരിക്കും, അതിനൊരു ജാറ ഉണ്ടാക്കുക. അപ്പൊ എന്താക്കുക? ആളുകളൊക്കെ ആ ജാറ ശരിയില്ല, അവിടെ അങ്ങനത്തെ ഒലിയൊന്നല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ കുട്ടീനെ വെറുതെ നിന്ദിക്കാൻ ഒരു അവസരം ഉണ്ടാക്കുക. ഇത്തരം അവസരം ഉണ്ടാക്കുന്ന ചില ചൂഷകന്മാരുണ്ട്. ആ ചൂഷകന്മാരുടെ ഒരു പ്രവർത്തിക്കും സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളോ സുന്നത്ത് ജമാഅത്തോ ഉത്തരവാദി അല്ല. അവർ ദീൻ അറിയാത്തവർ ദീന് കൈകാര്യം ചെയ്യരുത്. ദീനീ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ആലിമീങ്ങളാണ്. അത് അവർക്ക് വിട്ടുകൊടുക്കേണ്ടതാണ്. ആലിമീങ്ങളാണ് വിഷയങ്ങൾ പറയേണ്ടത്. അതുകൊണ്ടാണ് ഇന്നമായ ആലിമീങ്ങളാണ് അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ എന്ന് പറഞ്ഞത്. ബഹുമാനപ്പെട്ട പുല്ലൂക്കര ഉസ്താദ് അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഞാനൊരു പല ആളുകളും വലിയ മഹാനാണെന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവന്ന് ഞാൻ ദ്വാരപ്പിച്ചു. അതിൽ തെറ്റൊന്നുമില്ല. നമുക്ക് ഏത് സാധാരണ കൊണ്ട് ദ്വാരപ്പിക്കാലോ. അതിൽ വേറെ ഒന്നും ജാറൊന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ ഒരാളെ കൊണ്ട് ഞാൻ ദ്വാരപ്പിച്ചു. ആളെ പേരിപ്പോ ഞാൻ പറയൂല. അങ്ങനെ ദ്വാരപ്പിച്ചപ്പോ ഉസ്താദ് എന്നോട് ചോദിച്ചു, നീ എന്തിനാ അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ദ്വാരപ്പിച്ചതെന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ഓരോ വലിയ ആളെന്ന് വെച്ചാൽ ഒരു വലിയാന്നൊക്കെ ആൾക്കാർ പറയും. ഉസ്താദിനോട് ചോദിച്ചു, വലിയാന്നാണ് എന്താ തെളിവ് എന്ന് ചോദിച്ചു എന്നോട്. വലിയാണെന്നുള്ള എന്താണ് തെളിവ്? നിങ്ങൾ തെളിവ് പറ, നീ എന്താ തെളിവുള്ളതെന്ന് ചോദിച്ചു. എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞത് നമുക്ക് ഉസ്താദ്മാർ അങ്ങനെയാ പഠിപ്പിച്ച്. അവർക്ക് വലിയ ആത്മീയത ഉള്ളവരാ. അതേസമയത്ത് ഉസ്താദ് ഒറ്റ മനുഷ്യനെ നിന്ദിക്കൂല, നിസ്സാരപ്പെടുത്തൂല എന്ന് മാത്രമല്ല, ഔലിയാക്കളോട് വല്ലാത്ത ബഹുമാനവും ആദരവുള്ള ആളാണ്. ബഹുമാനപ്പെട്ടവരുടെ ശൈഖ് എന്ന് പറഞ്ഞാൽ വലിയ കറാമത്തുള്ള വലിയ മഹത്വമുള്ള ഒരു ശൈഖ് ഉണ്ടായിരുന്നു. ആ ശൈഖ് ഒരു മജ്ദൂബായ വലിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൽ 100 പടി കറാമത്തുകൾ ബഹുമാനപ്പെട്ടവർ പ്രകടമായി കണ്ടതാണ്. അങ്ങനെയൊക്കെ ഒരുപാട് സംഗതികൾ ഉണ്ട്. അങ്ങനെ വരുമ്പോ അവർക്ക് വിലായത്തുണ്ട് എന്നത് ആലിമീങ്ങൾ മനസ്സിലാക്കും. അത്തരം ആളുകൾക്ക് ആദരവ് നൽകും. അതേസമയത്ത് ഏത് വിഷയവും പൊന്നാണോ പൊന്നല്ലേ, അത് ആരാ പറയണ്ടേ? അത് പൊന്ന് പണി അറിയാവുന്ന പൊന്നുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ ഉരസി നോക്കിയിട്ട് പറയേണ്ട സംഗതിയാണ്. അതേസമയത്ത് ചിലപ്പോ പൊന്നായിരിക്കാം. അതുകൊണ്ട് അങ്ങനെ ഇപ്പോ നമ്മളെ ഇക്കൂട്ടത്തിൽ ഇപ്പൊ എത്ര ഔലിയാക്കൾ ഉണ്ടാവും, ചിലപ്പോ നമുക്ക് ആളെ തിരിയുന്നത്. അതുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും ജാറുണ്ടാക്കുകയാണ്. പിന്നെ നമ്മളെ ഖബർസ്ഥാനിലുള്ള സ്ഥലം ഉണ്ടാവും. അപ്പൊ ഈ ഔലിയാക്കൾ പറയാം, അള്ളാഹുവിന്റെ ഔലിയാക്കള് എല്ലാവരും മഹാന്മാര് ആയിരിക്കും എന്നല്ലേ നമ്മൾ വിചാരിക്കേണ്ട. ഒരാളെ പറ്റി പടക്ക് വിചാരിക്കാൻ പാടുള്ളൂ. അപ്പൊ ഓരോന്നിനും ഓരോ കണക്കുണ്ട്. അതിന്റെ അപ്പുറം അതിര് കവിഞ്ഞ് ചെയ്യുന്ന ആളുകളെ പ്രവർത്തനം സുന്നത്ത് ജമാഅത്തിന് കേടുവരുത്തും. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് ചാൻസ് ഉണ്ടാക്കും. അത്തരത്തിലുള്ള വിഷയങ്ങൾക്കൊന്നും നമ്മൾ ആരും പോയി പെട്ടുപോകരുത്. ചില ആളുകളുടെ ഇതൊക്കെ തുറന്ന് പറഞ്ഞാല് സുബ്ഹാനല്ലാഹ്, ആ പറഞ്ഞോൻ എങ്ങനെയുണ്ട് ഖിതാൻ ചെയ്യാനെന്ന് വിചാരിച്ച് നടക്കുന്ന ചില ആൾക്കാരുണ്ട്. അവർ വലിയ ആത്മീയതയുടെ ആളുകൾ, വലിയ ഔലിയാക്കളായിട്ട് നടക്കുന്ന ചില ആളുകളുണ്ട്. അത്തരം ആളുകളൊക്കെ അത്തരം പണിയൊക്കെ നിർത്തി വെക്കുന്നതാണ് നല്ലത് എന്ന് മാത്രം ഞാനിവിടെ പറയാണ്. സുന്നത്ത് ജമാഅത്ത് എങ്ങനെ ഉണ്ടാക്കണമെന്നും എങ്ങനെ ഉണ്ടാക്കിയെന്നും ഒക്കെ അൽഹംദുലില്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ അത് ശരിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പ്രഗത്ഭരായ ആലിമീങ്ങൾ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. അത് ഉണ്ടായിട്ടുണ്ട്, എന്നും ഉണ്ടാകും. സുന്നത്ത് ജമാഅത്തിന് ഒരു ക്ഷീണം ഒരിക്കലും ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവർക്ക് അല്ലാഹു തആല നല്ല ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ.